എന്താണ് വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ നമ്മൾ ബയോ സൈക്കോളജിയുടെ യൂണിറ്റ് 5 കിടക്കുന്നത്. യൂണിറ്റ് 5 എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നതെന്ന് നോക്കാം അല്ലേ? അപ്പോൾ നമ്മൾ ബ്രെയിനിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ബ്രെയിൻ എവിടെയാണ്, നെർവ് സിസ്റ്റത്തിൻ്റെ വർക്ക് എന്താണ്, പെരിഫറൽ നെർവ് സിസ്റ്റത്തിൻ്റെ വർക്ക് എന്താ, ബ്രെയിനിന് 2 ഹെമിസ്ഫിയർ ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററുകളിലൊക്കെ പറഞ്ഞു അല്ലേ? സ്പൈനൽ കോഡിനും ബ്രെയിനിനും നമ്മുടെ ബിഹേവിയറിലാവട്ടെ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലാവട്ടെ വലിയൊരു പങ്ക് ആർക്കുണ്ട്? നമ്മുടെ സ്പൈനൽ കോഡിനും നമ്മുടെ ബ്രെയിനിനും പങ്കുണ്ട് അല്ലേ? അവിടെ 2 ഭാഗത്തും ഏതെങ്കിലും ഒരു ചെറിയ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്കതൊരിക്കലും മാറ്റിയെടുക്കാൻ പറ്റാത്തത്രയും പ്രശ്നങ്ങൾ വരും അല്ലേ? അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പ്രീവിയസ് യൂണിറ്റിൽ നമ്മൾ എന്താ, സെൻട്രൽ നെർവ് സിസ്റ്റം, ബ്രെയിനും സ്പൈനൽ കോഡും, പെരിഫറൽ നെർവ് സിസ്റ്റം, നെറ്റ്വർക്ക് ഔട്ട്സൈഡ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, ഇതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ പഠിച്ചു. ഇനി ഈ യൂണിറ്റിൽ, അതായത് 5th യൂണിറ്റിലോട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ ഏതാ പഠിക്കാൻ പോകുന്നത്? ബ്രെയിനിന് 2 ഭാഗമുണ്ട്. എന്താണതിന് പറയുക? ഹെമിസ്ഫിയർ എന്ന് പറയും. അത് രണ്ടും 2 സൈഡിലാണ്. വാട്ട് ഈച്ച് സൈഡ് ഡസ്, എന്താണ് 2 സൈഡും പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്താണ് അവരുടെ ജോലി, ഇതൊക്കെ ഒന്ന് നോക്കിയാലോ? ഇത് നമ്മൾ സയൻറ്റിഫിക് സ്റ്റഡി പ്രകാരം 2 ഹെമിസ്ഫിയറിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഈ ലോകത്തുള്ള ജനങ്ങളിൽ ഒരുപാട് പേര് റൈറ്റ് ഹാൻഡ് ആണ് അല്ലേ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്. എഴുതാനാവട്ടെ, ജോലികൾ ചെയ്യാനാവട്ടെ, ഭക്ഷണം കഴിക്കാനാവട്ടെ, നമ്മൾ അവൻ വലത് കൈന് അവൻ ഇടവനാണ്, അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? ഇതെന്തുകൊണ്ടാണ്? ഇതിനെയാണ് ഈ ഒരു വലത് കൈ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ വലതുഭാഗം പാസ്സുള്ള ആളുകളെയാണ് നമ്മൾ ഡിക്സ്ട്രൽസ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുക? ഡെക്സ്ട്രൽസ് എന്ന് വിളിക്കുന്നത്. ചില ആളുകൾ എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ലെഫ്റ്റ് ഹാൻഡ്. ഭക്ഷണം കഴിക്കുന്നത് വരെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇടത് കൈ കൊണ്ട് എഴുതുന്നവരെ കാണുമ്പോൾ വേറൊരു അത്ഭുതമാണ്. ഞാൻ ഇങ്ങനെ നോക്കിക്കോ, ഇങ്ങനെ നോക്കി, കാരണം എനിക്ക് ഇടത് കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഇടത് കൈ ഉള്ളവരാരാണ്? സിനസ്ട്രൽസ് ആണ്. ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. അതിങ്ങനെ ആ സ്പെല്ലിങ് പഠിച്ചിട്ട് പോവുക. ഒരുപാട് വെരി സ്മോൾ നമ്പർ ഓഫ് പീപ്പിൾ ക്യാൻ യൂസ് ബോത്ത് ഹാൻഡ് ഈക്വലി വെൽ. ദീസ് ആർ കോൾഡ് ആംബിഡെക്സ്ട്രൽസ്. ചിലർക്ക് എന്താണ്, അതൊരു അപൂർവ കഴിവാണ്. 2 കൈ കൊണ്ടും ഒരേപോലെ എഴുതാൻ കഴിയും, 2 കൈ കൊണ്ട് ഒരേപോലെ പ്രവർത്തിക്കാൻ കഴിയും. ഇവരെ നമ്മൾ ആംബിഡെക്സ്ട്രൽസ് എന്ന് പറയും. അതൊരു അത്ഭുതമാണ്. എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല, 100 ഒരാളോ 2 അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. വളരെ അപൂർവമായിട്ടാണ് ആംബിഡെക്സ്ട്രൽസിനെ കാണാറ്. മനസ്സിലായല്ലോ? ഡൗട്ട് ഉണ്ടല്ലോ? ഡൗട്ടില്ലല്ലോ. അപ്പം നിങ്ങളെപ്പോഴെങ്കിലും അങ്ങനെ 2 കൈ കൊണ്ട് എഴുതുന്നവരൊക്കെ കണ്ട് വണ്ടടിച്ച് നിന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇടത് കൈ കൊണ്ട് നിന്നിട്ട് വണ്ടടിച്ച് നിന്നിട്ടുണ്ടോ? അപ്പം ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമുക്കിത് മനസ്സിലാകാൻ പോകുന്നത്. ലെഫ്റ്റ് ഹെമിസ്ഫിയറിൻ്റെയും റൈറ്റ് ഹെമിസ്ഫിയറിൻ്റെയും തമ്മിലുള്ള ബന്ധങ്ങളും അവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കി തരുന്നത്. എന്താണ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ? ജനങ്ങൾ ചിന്ത ചെയ്യുന്നത് എന്താണ്? പീപ്പിൾ തിങ്ക് വി ഹാവ് 1 ബ്രെയിൻ ബട്ട് ഓട്ടോമാറ്റിക്കലി ദ ബ്രെയിൻ ഹാസ് 2 പാർട്സ്. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് എന്താണ്? നമുക്ക് ഒരു ബ്രെയിൻ ഉള്ളൂ എന്നല്ലേ നമ്മളൊക്കെ വിചാരം. പക്ഷേ ബ്രെയിൻ ഒന്നുള്ളൂ, പക്ഷെ ആ ബ്രെയിനിനെ 2 ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ലെഫ്റ്റ് സെറിബൽ ഹെമിസ്ഫിയർ എന്നും റൈറ്റ് സെറിബൽ ഹെമിസ്ഫിയർ എന്നാണ് ഈ 2 ഭാഗത്തെ നമ്മൾ വിളിക്കുന്നത്. എന്താണ്? ലെഫ്റ്റ് സെറിബൽ ഹെമിസ്ഫിയർ എന്നും റൈറ്റ് സെറിബൽ ഹെമിസ്ഫിയർ എന്നും വിളിക്കും. ഈ 2 സൈഡും ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി ബോഡിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിനെയാണ് കോൺട്രാലേറ്ററൽ കണക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇടത് സൈഡിലുള്ള ബ്രെയിന് വലത് സൈഡിനെ നിയന്ത്രിക്കുന്നു, വലത് സൈഡിലുള്ള ബ്രെയിന് ഇടത് സൈഡിനെ നിയന്ത്രിക്കുന്നു. ഇതിനെയാണ് നമ്മൾ കോൺട്രാലേറ്ററൽ കണക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഈ പറയുന്ന ടേംസ് ഉണ്ടല്ലോ, അതെവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉപകരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ വലത് കൈ മൂവ് ചെയ്യുകയാണെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് അറിയോ? ലെഫ്റ്റ് ഹെമിസ്ഫിയർ വർക്ക് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ലെഫ്റ്റ് ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടാണ് റൈറ്റ് കൈ നമ്മൾ ഇളക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഭാഗം അനങ്ങണമെങ്കിൽ റൈറ്റ് ബ്രെയിന് ഉദ്ദേശിക്കണം, റൈറ്റ് ഭാഗം അനങ്ങണമെങ്കിൽ ലെഫ്റ്റ് ഭാഗം ഉദ്ദേശിക്കണം. ക്ലിയർ ആണോ? അപ്പോൾ the left hemisphere see only the right side of the world and the right hemisphere see the left side. ഇടത് സൈഡിലെ ബ്രെയിന് വലത് സൈഡിനെ മാത്രമേ കാണുള്ളൂ, വലത് സൈഡിലെ ബ്രെയിന് ഇടത് സൈഡിലത്തെ കാര്യങ്ങൾ മാത്രമേ കാണുകയുള്ളൂ.
പക്ഷേ സയൻറ്റിസ്റ്റ് ആർ സ്റ്റിൽ നോട്ട് ഷുവർ വൈ ദീസ് ഓപ്പോസിറ്റ് കണക്ഷൻ എക്സിസ്റ്റ്. സയൻറ്റിസ്റ്റ് ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഈ ഓപ്പോസിറ്റ് കണക്ഷൻ നടക്കുന്നത് എന്നുള്ള കാര്യം. സയൻറ്റിസ്റ്റുകൾ ഇന്ന് വരെ അവർക്കത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ രണ്ട് ഹെമിസ്ഫിയറും സെപ്പറേറ്റ് ആണ്. ദേ ക്യാൻ ഷെയർ ഇൻഫർമേഷൻ വിത്ത് ഈച്ച് അതർ. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫർമേഷൻ പരസ്പരം കൈമാറാൻ പറ്റും. ഇതിനെയാണ് സെവറൽ കമ്മ്യൂണിക്കേഷൻ പാത്വേസ് ഉണ്ട്. രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ കൈമാറാൻ ഒരുപാട് വഴികളുണ്ട്. കോർപ്പസ് കലസമാണ് ഒന്ന്. ഒരു ബണ്ടിൽ ഓഫ് നെർവ് ഫൈബേഴ്സ് ആണ് അത് രണ്ട് ഹെമിസ്ഫിയറിനെ കണക്ട് ചെയ്യുന്നത്. ഒരു ഫൈബർ ഒരുപാട് ഞരമ്പുകളുടെ ഒരു കൂട്ടാണ് കോർപ്പസ് കലപ്സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതില്ലെങ്കിൽ ഇവർ രണ്ടുപേരും വർക്ക് ചെയ്യൂല. ഇവരെ രണ്ടുപേരും കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് മിഡിലായി നിൽക്കുന്ന ചാരനല്ല ദൂതാണ് കോർപ്പസ് കലസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആൻറ്റീരിയർ കമ്മീഷറും ഹിപ്പോകാമ്പൽ കമ്മീഷറും മാസ കമ്മീഷറും പോസ്റ്റീരിയർ കമ്മീഷറും ഒപ്റ്റിക് ചേസും. ഇതാണ് ഈ നൈബർ ഫൈബേഴ്സ് കോർപ്പസ് കലസം എന്ന് പറഞ്ഞിട്ട്. ദിസ് കണക്ഷൻ ഹെൽപ്സ് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പാർട്സ് ഓഫ് യുവർ ബ്രെയിൻ വിത്ത് ടുഗദർ. രണ്ടിനെയും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ സഹായിക്കുന്നത് ഈ കോർപ്പസ് കലസാണ്. ഹെമിസ്ഫിയറിക് സ്പെഷ്യലൈസേഷൻ നോക്കാം. The left and right hemispheres look the same in structure, but they do different job. ലെഫ്റ്റ് ഹെമിസ്ഫിയറിനെ നോക്കുകയാണെങ്കിലും റൈറ്റ് ഹെമിസ്ഫിയറിനെ നോക്കുകയാണെങ്കിലും രണ്ടിനെയും കണ്ടാൽ നമുക്ക് ഒരുപോലെയാണ് തോന്നുക. പക്ഷെ എന്താണ്, രണ്ടും വ്യത്യസ്ത ജോലികളാണ് ചെയ്യുക. ലെഫ്റ്റ് ഹെമിസ്ഫിയർ ബെറ്റർ അറ്റ് സംതിങ്. ചില കാര്യങ്ങൾക്ക് ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആണ് നല്ലത്, ചില കാര്യങ്ങൾക്കോ റൈറ്റ് ഹെമിസ്ഫിയർ ആണ് നല്ലത്. ഈ ഡിഫറൻസ് നമ്മൾ അവരുടെ റോളിലുള്ള ഈ ഡിഫറൻസിനെയാണ് നമ്മൾ ഹെമിസ്ഫിയറിക് സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ ലാറ്ററലൈസേഷൻ ഓഫ് ഫങ്ഷൻ എന്ന് വിളിക്കുന്നത്. ലെഫ്റ്റ് ഹെമിസ്ഫിയർ ചിലതിൽ ബെസ്റ്റാണ്, ചിലതിൽ റൈറ്റ് ഹെമിസ്ഫിയർ ആണ് ബെസ്റ്റ്. ഈ ഡിഫറൻസിനെ നമ്മൾ ലാറ്ററലൈസേഷൻ അല്ലെങ്കിൽ ഹെമിസ്ഫിയറിക് സ്പെഷ്യലൈസേഷൻ എന്ന് വിളിക്കുന്നു. ക്ലിയർ ആണോ? എന്ത് ഡൗട്ട്? മുമ്പ് ജനങ്ങൾ വിശ്വസിച്ചിരുന്നത് ഹെമിസ്ഫിയർ ആണ് ഓൾമോസ്റ്റ് എല്ലാ ബ്രെയിൻ ഫങ്ഷനും കാരണം എന്നായിരുന്നു. ഈ ഒരു തിയറിയാണ് എന്തിലേക്ക് നയിച്ചത്? സെറിബ്രൽ ഡൊമിനൻസ് എന്നുള്ള തിയറിയിലേക്ക് ഇതാണ് നയിച്ചത്. എന്ത്? ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആണ് ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആണ് കൂടുതൽ ഇൻചാർജ്. എന്തിന്? എല്ലാ ബ്രെയിനിൻ്റെ ഫങ്ഷനും കൂടുതലും ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആണ് നടത്തുന്നതെന്നുള്ള പണ്ട് കാലത്തിലുള്ള വിശ്വാസമാണ് സെറിബ്രൽ ഡൊമിനൻസ് എന്നുള്ള തിയറിയിലേക്ക് നമ്മളെ നയിച്ചത്. ഈ തിയറി എന്താ പറയണമെന്നറിയോ? ലെഫ്റ്റ് ഹെമിസ്ഫിയർ വാസ് കോൾഡ് ദ ഡൊമിനൻ്റ് ഹെമിസ്ഫിയർ. ലെഫ്റ്റ് ഹെമിസ്ഫിയറിനെയാണ് ഡൊമിനൻ്റ് ഹെമിസ്ഫിയർ എന്ന് വിളിക്കുന്നത്. റൈറ്റ് ഹെമിസ്ഫിയർ വാസ് കോൾഡ് ദ മൈനർ ഹെമിസ്ഫിയർ. റൈറ്റ് ഹെമിസ്ഫിയറിനെ എന്താ വിളിക്കുന്നത്? മൈനർ ഹെമിസ്ഫിയർ എന്ന്. ഈ തിയറി ആണ് അത് പറയുന്നത് കേട്ടോ. ദ അൺനോൺ കോൺട്രിബ്യൂട്ടർ ഓഫ് സെറിബ്രൽ ലാറ്ററലൈസേഷൻ ബോക്സ് 5.1 പറയുന്നത് എന്താണ്? സെറിബ്രൽ ലാറ്ററലൈസേഷൻ്റെ അറിയപ്പെടാത്ത കോൺട്രിബ്യൂട്ടർ 1836 മാർക്ക് ഡാക്സ് എന്ന് പറഞ്ഞ പേരുള്ള ഒരു ഡോക്ടർ. അദ്ദേഹം എന്തായിരുന്നു? ഹു വാസ് നോട്ട് വെരി ഫേമസ്. അദ്ദേഹം വലിയ ഫേമസ് ഒന്നും ആയിരുന്നില്ല. പക്ഷെ അദ്ദേഹം എന്താണ്, ഒരു റിപ്പോർട്ട് മെഡിക്കൽ മീറ്റിംഗ്, ഫ്രാൻസിൽ നടന്നിട്ടുള്ള ഒരു മെഡിക്കൽ മീറ്റിങ്ങിൽ അദ്ദേഹം ഒരു റിപ്പോർട്ട് ഷെയർ ചെയ്തു. He had observed that around 40 brain damaged patients with speech problem all have damage on the left side of the brain. ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ബ്രെയിനിൽ ബ്രെയിനിൻ്റെ ഇടത് ഭാഗത്ത് ഡാമേജ് ഉള്ള 40ഓളം പേഷ്യൻസിന് അദ്ദേഹം ചികിത്സിച്ചു. അവർക്കൊക്കെ എന്താ ഉള്ളത്? സ്പീച്ച് പ്രോബ്ലം, സംസാരശേഷി കുറവുള്ള പ്രശ്നങ്ങളുള്ള ആളുകളാണ്. നോൺ ഹാഡ് ഡാമേജ് ഓൺലി ഇൻ ദി റൈറ്റ് സൈഡ്. ആർക്കും അതിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡാമേജ് ഇല്ലായിരുന്നു. പക്ഷേ ഹിസ് വർക്ക് ഡിഡ് നോട്ട് ഗെറ്റ് മച്ച് അറ്റൻഷൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ വർക്ക് വലിയ അറ്റൻഷനൊന്നും കിട്ടിയില്ല. എന്നിട്ട് അദ്ദേഹം മരിച്ചു പിറ്റത്തെ വർഷം. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഹി ഡോണ്ട് നോ വാട്ട് ഹി ഡിസ്കവർഡ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം കണ്ടുപിടിച്ചത് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാണ്ട് അദ്ദേഹം മരണമടഞ്ഞു. ഡാക്സ് വാസ് ലൈക്ക് എ പേഴ്സൺ ഹു ഫണ്ട് ട്രഷർ ബട്ട് ഡോണ്ട് നോ ഹൗ വാല്യുബിൾ ഇറ്റ് വാസ്. ഡാക്സ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു നിധി കണ്ടുപിടിച്ച മനുഷ്യന് തുല്യമായിരുന്നു. പക്ഷേ അദ്ദേഹം കണ്ടുപിടിച്ച നിധിയുടെ വാല്യൂ എത്രയെന്ന് അറിയാണ്ട് അദ്ദേഹത്തിന് ഈ ഭൂമിയോട് വിട പറയേണ്ടി വന്നു. അപ്പോൾ എന്താണ് ഡെവലപ്മെൻറ്റ് ഓഫ് തിയറി? സെറിബ്രൽ ഡൊമിനൻസ് എന്നുള്ള ഈ ഒരു തിയറിയിലേക്ക് ഡെവലപ്മെൻറ്റ് വരാനുള്ള കാരണം എന്താണായത്? ഈ പഠനത്തെ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് സെറിബ്രൽ ഡൊമിനൻസ് ഡെവലപ്ഡ് തിയറി എന്നാണ്.
രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റ് ഈ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ചു. പോൾ ബ്രോക്കയും ഹുഗോ കാൽ ലീപ്മനും. അവർ 1864 പോൾ ബൊറോക്ക ഒരു ഫ്രഞ്ച് ഡോക്ടറായിരുന്നു. അദ്ദേഹം അഫേസിയ പഠിച്ചു. അതായത് ഒരു കണ്ടീഷൻ വേർ പേഴ്സൺ കാൺ സ്പീക്ക് പ്രോപ്പർലി, ശരിക്കും സംസാരിക്കാൻ കഴിയാത്ത ഒരു വ്യക്തികളെ ചികിത്സിക്കുന്ന ഒരു പഠനം, അതിനെയാണ് അഫേസിയ എന്ന് പറയുന്നത്. അദ്ദേഹം ഫൗണ്ട് ചെയ്തത് എന്താണ്? അദ്ദേഹത്തിൻ്റെ അഫീസിയ പേഷ്യൻറ്റുകൾക്കെല്ലാം ലെഫ്റ്റ് ഫ്രണ്ട് ഏരിയയുടെ താഴെ ഭാഗത്ത് ബ്രെയിനിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ലെഫ്റ്റിൽ താഴെ ഭാഗത്ത് ആണ് പ്രശ്നം എന്നുള്ളത് അദ്ദേഹം കണ്ടുപിടിച്ചു. ഈ ഒരു ഏരിയ നമ്മൾ ഇന്നും വിളിക്കുന്നത് എന്താണ്? ബ്രൊക്കാസ് ഏരിയ എന്നാണ്. ആ ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേര് വെച്ചിട്ടാണ് ഇന്നും നമ്മൾ ആ ഒരു ഭാഗത്തെ വിളിക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം കൺക്ലൂഡ് ചെയ്തു ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആണ് നമ്മളെ ലാംഗ്വേജ് കൺട്രോൾ ചെയ്യുന്നതെന്നുള്ള ഒരു കണ്ടുപിടുത്തം അദ്ദേഹം പിടിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ പേഷ്യൻസിനൊക്കെ ബ്രെയിനിൻ്റെ ഫ്രണ്ട് സൈഡിലെ ലെഫ്റ്റ് സൈഡിലുള്ള ഫ്രണ്ട് സൈഡിലെ അടിഭാഗത്തായിരുന്നു ഡാമേജ് സംഭവിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗമാണ് നമ്മുടെ സ്പീച്ചിനെ കൺട്രോൾ ചെയ്യുന്നതെന്നുള്ളത് അദ്ദേഹം കണ്ടുപിടിച്ചു. ക്ലിയർ ആണോ? പിന്നീട് ഹുഗോ കാൽ ലീപ്മൻ എന്ന് പറഞ്ഞിട്ടുള്ള സൈക്കോളജിസ്റ്റ്, അദ്ദേഹം എന്താ കണ്ടുപിടിച്ചത്? അപ്രീസിയ ഉള്ള ആളുകൾ ഹു കാൺ ടു ഡു വോളണ്ടറി മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. കാലുകൾ അനക്കണമെങ്കിൽ നമ്മൾ അറിയണം, കൈകൾ അനക്കണമെങ്കിൽ നമ്മൾ അറിയണം, കണ്ണുകൾ നമ്മൾ എവിടെയെങ്കിലും തൊടണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, വോളണ്ടറി ആയിട്ടുള്ള മൂവ്മെൻറ്റ്, ഹാർട്ട് ബീറ്റ്, അങ്ങനെയുള്ള ഇതൊക്കെ എന്താണ്? നമ്മളെ ഇൻവോളണ്ടറി ആണ്. നമ്മൾ അറിയാതെ അത് നമ്മുടെ ശരീരത്തിൽ നടക്കും. പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ വോളണ്ടറി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും നടക്കാത്ത ആളുകളാണ് അപ്രീസിയ ഉള്ള ആളുകൾ എന്ന് പറയുന്നത്. ഇവർക്ക് എവിടെയാണ് കേടെന്നറിയോ? ലെഫ്റ്റ് ഹെമിസ്ഫിയറിലാണ് അവരുടെയും ബുദ്ധിമുട്ട് വരുന്നതെന്ന് ഹുഗോ കാൽ ലീപ്മൻ കണ്ടുപിടിച്ചു. ഈ ഡിസ്കവറി എന്തിന് ഹെൽപ്പ് ചെയ്തു? ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ബ്രെയിൻ ആണ് നമ്മുടെ ലാംഗ്വേജിനെയും ബോഡി മൂവ്മെൻറ്റിനെയും കൺട്രോൾ ചെയ്യുന്നതെന്നുള്ള പഠനത്തിലേക്ക് ഈ രണ്ട് സൈക്കോളജിസ്റ്റുമാരും കണ്ടുപിടിച്ച ഈ പഠനത്തിൽ നിന്നും തെളിഞ്ഞു. ക്ലിയർ ആണോ? ഇപ്പോൾ ഒരു വ്യക്തിക്ക് ശരിക്കും നടക്കാൻ കഴിയില്ല, ശരിക്കും സംസാരിക്കാനും കഴിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ബ്രെയിൻ എന്തോ പ്രശ്നമുണ്ട്. ഈ ഒരു ഐഡിയ ആണ് ലെഫ്റ്റ് ബ്രെയിൻ ഡൊമിനൻസ് എന്നുള്ള തിയറിയിലേക്ക് നയിച്ചത്. ക്ലിയർ ആണോ? ബ്രൊക്കാസ് ഏരിയയെക്കുറിച്ച് ഫിഗർ 5.3 ഒരു ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഫിഗർ എന്താണ് കാണിക്കുന്നത്? ബ്രെയിനിൻ്റെ ഒരു ഭാഗമാണ് കാണിക്കുന്നത്. അതെന്തിനാണ്? നമ്മുടെ സ്പീച്ച് ലാംഗ്വേജിനെയും ആണ് കാണിക്കുന്നത്. ഈ ഒരു ഏരിയ ആണ് നമ്മൾ ബ്രൊക്കാസ് ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി ബോക്സ് 5.2 അഫാക്സിയെക്കുറിച്ചും അപ്രാക്സിയെക്കുറിച്ചും പറയുന്നുണ്ട്. അഫാക്സിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സൺ കനോട്ട് സ്പീക്ക് ഓർ അണ്ടർസ്റ്റാൻഡ് ലാംഗ്വേജ് പ്രോപ്പർലി ഡ്യൂ ടു ബ്രെയിൻ ഇഞ്ചറി കാരണം ഒരു വ്യക്തിക്ക് ശരിക്കും സംസാരിക്കാനോ ലാംഗ്വേജ് യൂസ് ചെയ്യാനോ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു ഭാഗത്താണ് ബ്രെയിൻ ഇഞ്ചറി ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാവാം. അപ്രീസിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സണ് ശരിക്കും നടക്കാൻ കഴിയുന്നില്ല, ആ ഒരു മസിൽസ് ഒന്നും ഫൈനല്ല എന്നുണ്ടെങ്കിൽ അത് അപ്രീസിയ എന്നും വിളിക്കും. ക്ലിയർ ആണോ? ഈ ഒരു ഭാഗത്തെക്കുറിച്ച് നമുക്ക് ലെഫ്റ്റ് ഹെമിസ്ഫിയറിനെ കുറിച്ചും റൈറ്റ് ഹെമിസ്ഫിയറിനെ കുറിച്ചും നമുക്ക് ഏതാണ്ട് കുറച്ചധികം സംസാരിക്കാനുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഒന്നും കൂടെ നാളെ ഇതേ സമയം നമുക്ക് കിട്ടുന്നതായിരിക്കും. BA സൈക്കോളജിയുടെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഈ 3 ഇയറിൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ക്രാഷ് കോഴ്സ് ആയിട്ടും ഡീറ്റെയിൽഡ് ക്ലാസ്സുകളുടെ കോഴ്സുകളായിട്ടും നിങ്ങൾക്ക് ലഭ്യമാവണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന 8848943158 ഈ നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങൾക്ക് വെറും 4500 രൂപക്കാണ് 1 ഇയർ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് നൽകുന്നത്. ക്ലാസ്, നോട്ട്സ്, കൂടെ തന്നെ ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് ഓൾഡ് പേപ്പേഴ്സ്, ക്രാഷ് കോഴ്സ്, അസൈൻമെൻറ്റിന് ഫുൾ സപ്പോർട്ട്, ഇതെല്ലാം പിന്നെ 18 hours കോൺടാക്ട് സപ്പോർട്ട്, ഹെൽപ്പ് ലൈനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇഗ്നോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്കിൽ ജോയിൻ ചെയ്യുക, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇഗ്നോ യൂണിവേഴ്സിറ്റിയെ ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള അസൈൻമെൻറ്റുകളുടെ ഡൗട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഗ്നോയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഹെൽപ്പുകൾ വേണമെങ്കിൽ ആ ഒരു ലിങ്കിൽ കയറി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സുകളും അതുപോലെ തന്നെ ഒരുപാട് ഇൻഫർമേഷൻസും ഗ്രൂപ്പിൽ കിട്ടുന്നതായിരിക്കും. കൂടാതെ അസൈൻമെൻറ്റുകളെ കുറിച്ചോ അല്ലെങ്കിൽ നോട്ട്സുകളെ കുറിച്ചിട്ടോ ഏത് സബ്ജക്റ്റുമായിരിക്കോട്ടെ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും
സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ സെൽഫ് എഡ്യു ഹബിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.